അന്തരിച്ച മലയാളത്തിന്റെ ഇതിഹാസ എഴുത്തുകാരനും സംവിധായകനും തിരക്കഥാകൃത്തുമായ എം.ടി. വാസുദേവൻ നായർ അനുസ്മരണം സംഘടിപ്പിച്ചു. കൈരളി വായനശാലയുടെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ച അനുസ്മരണ യോഗത്തിൽ വായനശാല പ്രസിഡന്റ് വിഷ്ണു വേണുകുമാർ അധ്യക്ഷനായി. കവിയും ഗാനരചയിതാവുമായ രാധാകൃഷ്ണൻ കുന്നുംപുറം അനുസ്മരണ പ്രഭാഷണം നടത്തി. ഇന്ന് ആർജിച്ചിട്ടുള്ള എല്ലാ നേട്ടങ്ങളെയും എല്ലാവരിലേക്കും കൊണ്ടെത്തിക്കുക എന്നത് എം.ടിയുടെ പ്രത്യേകതയായിരുന്നു. വ്യക്തിപരമായി എന്നെ സംബന്ധിച്ച് കഴിഞ്ഞ 12-ാം തീയതി വെള്ളിയാഴ്ച ഞാൻ കോഴിക്കോട് എനിക്കൊരു ആൽബം ഇൻ്റർനാഷണൽ ആൽബം ഫെസ്റ്റിവലിൻ്റെ ഭാഗമായ എല്ലാ ഗാനരചനയ്ക്ക് എനിക്ക് അവാർഡ് കിട്ടിയപ്പോൾ അത് വാങ്ങാൻ ഞാൻ കോഴിക്കോട് പോകുമ്പോൾ കോഴിക്കോട് കൈരളി തിയേറ്ററിലായിരുന്നു ആ പരിപാടി. ഞാൻ ഒരുപാട് പരിശ്രമിച്ചു നോക്കി എം.ടി. സാറിനെ ഒന്ന് കാണാൻ വേണ്ടി. ഒരു നിവൃത്തിയില്ല. സാറ് ബേബി മെമ്മോറിയൽ ഹോസ്പിറ്റലിൽ അവസാനം സാറിൻ്റെ വീട്ടുകാർ പറഞ്ഞത് സാറ് ബേബി ICU യൂണിറ്റ് വീട് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്, അവിടെ പോകുമ്പോൾ അല്പം അസ്വസ്ഥത ആണ് എന്ന നിലയിൽ. അപ്പോൾ ഒരാളെന്നോട് പറഞ്ഞതാണ് വീണ്ടും തിരിച്ചു വരുന്നു, അത്രയ്ക്ക് ഇതില്ലാത്തൊരു അവസ്ഥയിലായിരുന്നു. തിരിച്ച് ഈ വെള്ളിയാഴ്ച ആകുമ്പോഴേക്കും എം.ടി. നമ്മളെ വിട്ടുപോയിരിക്കുന്നു. മലയാളിക്ക് ഇനി ഇങ്ങനെ ഒരു ആളില്ല. എം.ടി. ഉള്ള കേരളവും എം.ടി. ഇല്ലാത്ത കേരളവും. എല്ലാത്തിനോടും എം.ടി. പ്രതികരിച്ചിരുന്നില്ല. പക്ഷെ പ്രതികരിക്കേണ്ട വിഷയങ്ങളിലെല്ലാം എം.ടി. വളരെ തീവ്രമായി പ്രതികരിക്കുകയും ചെയ്തിട്ടുണ്ട്. അത് ബംഗാളി സാഹിത്യകാരന മഹാശ്വേതാ ദേവിയെ പോലെ മനുഷ്യൻ്റെ പക്ഷത്ത് നിന്നുകൊണ്ട് പ്രതികരിക്കേണ്ടവയോടൊപ്പം പ്രതികരിക്കണമെന്ന് അദ്ദേഹം എപ്പോഴും തീരുമാനിച്ചിട്ടുണ്ട്. പരാജയത്തിൽ നിന്ന് ജീവിതത്തെ എങ്ങനെ കെട്ടിപ്പടുക്കാമെന്ന് എഴുത്തിലൂടെ മലയാളികൾക്ക് മനസ്സിലാക്കി തന്ന എം.ടി. വാസുദേവൻ നായരെക്കുറിച്ച് കുട്ടികൾ പഠിക്കണമെന്ന് അനുസ്മരണ പ്രഭാഷണത്തിൽ രാധാകൃഷ്ണൻ കുന്നുംപുറം പറഞ്ഞു. എം.ടിയുടെ ഛായാചിത്രത്തിന് മുന്നിൽ വിളക്കുകൾ തെളിയിച്ചുകൊണ്ട് ആരംഭിച്ച പരിപാടിയിൽ ഭരണസമിതി എക്സിക്യൂട്ടീവ് അംഗം ഷീജി എം.ടിയുടെ ലഘുജീവചരിത്രം അവതരിപ്പിച്ചു. വാർഡ് കൗൺസിലർ ജീവൻലാൽ, വായനശാല സെക്രട്ടറി PS ആൻഡസ്, വൈസ് പ്രസിഡന്റ് അരുൺ ചന്ദ്രൻ, ജോയിന്റ് സെക്രട്ടറി പ്രിയ രാജ്, ഭരണസമിതി അംഗങ്ങളായ പാർവതി, വൈഷ്ണവി, സ്നേഹ, പ്രിജിൻ ബാബു, വിപിൻ V, ദീപു B, കൈലാസ് എന്നിവർ പങ്കെടുത്തു. വീക്കൻ ന്യൂസ്, ആറ്റിങ്ങൽ.